ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ കുറ്റക്കാർക്ക് ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 38 തദ്ദേശ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് പിങ്ക് ബസ് സർവീസ് ആരംഭിച്ച് കെഎസ്ആർടിസി. പുരുഷ ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ നീറ്റ് വിഷയത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിഷേധിച്ചു. പ്രതിപക്ഷ ബഹളത്തിൽ നിരവധി തവണ ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. അതേസമയം വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്നും വിദ്യാർത്ഥികളുടെ നന്മ മുൻനിർത്തി പാർലമെന്റിൽ ചർച്ച ചെയ്യുന്നതിന് പ്രതിപക്ഷം സഹകരിക്കണമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കുള്ള ആശങ്കകളെ സർക്കാർ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അറിയിച്ചു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് തക്കതായ ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ സർക്കാർ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഇതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. കരട് പട്ടിക അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും താലൂക്ക് വില്ലേജ് ഓഫീസുകളിലും കമ്മീഷന്റെ വെബ്സൈറ്റിലും പരിശോധിക്കാം. കരട് പട്ടികയിൽ പേര് ഉൾപ്പെടാത്തവർക്ക് ഓഗസ്റ്റ് 5 വരെ പേര് ചേർക്കാൻ അവസരമുണ്ട്. അന്തിമ വോട്ടർ പട്ടിക 19-ന് പ്രസിദ്ധീകരിക്കും. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് കെഎസ്ആർടിസിയുടെ പിങ്ക് ബസ് സർവീസിന് തിരുവനന്തപുരത്ത് തുടക്കമായി. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ മന്ത്രി CP ജോൺ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. തൊഴിൽ ചെയ്യുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതവും സൌകര്യപ്രദവുമായ യാത്ര ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. രാത്രി 8-നും 10-നും പിങ്ക് ബസ് സർവീസുകൾ ഉണ്ടാകും. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം നാളെ മുതൽ. ഇതിനായി 1095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമാണെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ വിലയിരുത്തൽ. അപകടസ്ഥലം സന്ദർശിച്ച ശേഷം സമിതി അംഗമായ ഭൌമ ശാസ്ത്രജ്ഞൻ ഡോക്ടർ CP രാജേന്ദ്രനാണ് ഇക്കാര്യം അറിയിച്ചത്. മേഖലയിൽ അശാസ്ത്രീയ നിർമ്മാണം നടന്നിട്ടുണ്ടോ എന്ന് വിശദമായി പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ എറണാകുളത്ത് നിർവഹിച്ചു. സ്ത്രീകളെയും പിന്നാക്ക വിഭാഗങ്ങളെയും സ്വയം പര്യാപ്തമാക്കുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വനിതാ സംരംഭകർക്ക് പ്രത്യേക പലിശരഹിത വായ്പാ പദ്ധതി, പ്രിയദർശിനി സ്വയം തൊഴിൽ വായ്പാ പദ്ധതി, സർവീസിൽ നിന്ന് വിരമിച്ചവർക്കും കുടുംബ പെൻഷൻ ലഭിക്കുന്നവർക്കുമുള്ള വായ്പാ പദ്ധതി എന്നിവയാണ് ക്ഷേമ പദ്ധതികൾ. നെല്ലിന്റെ സംഭരണ വില വിതരണം പുനരാരംഭിക്കാൻ സംസ്ഥാന പ്രോത്സാഹന ബോണസ് ഇനത്തിൽ സർക്കാർ 104.79 കോടി രൂപ അനുവദിച്ചു. അടുത്തയാഴ്ച മുതൽ വില വിതരണം പുനരാരംഭിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. പാലക്കാട് ജില്ലയിൽ മാത്രം ഇനിയും 300 കോടിയിലേറെ രൂപയാണ് കർഷകർക്ക് നെല്ല് സംഭരണ വിലയായി ലഭിക്കാനുള്ളത്. നിശ്ചിത വായ്പാ പരിധി എത്തിയതോടെ 2 ആഴ്ച മുൻപാണ് വില വിതരണം നിർത്തിവെച്ചത്. കഴിഞ്ഞ ആഴ്ച താങ്ങുവിലയായി കേന്ദ്രം അനുവദിച്ച 90 കോടി രൂപ വിതരണം ചെയ്ത് തീർന്നിരുന്നു. ഈ മാസം 31-ന് മുൻപ് 2ാം വിള നെല്ലെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ വില വിതരണം വൈകുന്നത് ജില്ലയിലെ കർഷകരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. ഓഗസ്റ്റ് 1 മുതൽ ഈ സീസണിലെ നെല്ലെടുപ്പ് നടപടികളും ജില്ലയിൽ ആരംഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി എസ്എഫ്ഐ. ലോക് ഭവനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മറ്റ് ജില്ലകളിൽ നടന്ന പ്രതിഷേധ പ്രകടനങ്ങൾ പിന്നീട് സംഘർഷത്തിൽ കലാശിച്ചു. നാളെ എസ്എഫ്ഐയുടെ വിദ്യാഭ്യാസ ബന്ദാണ്. അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിലെ ചർച്ചയിൽ നിന്ന് കോൺഗ്രസ് ഒളിച്ചോടുന്നതായി ബിജെപി സംസ്ഥാന അധ്യക്ഷനും എംഎൽഎയുമായ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് നാളെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ മാർച്ച് നടക്കും. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരത്തെ വസതിയിൽ നിന്ന് ഇന്ന് രാവിലെയാണ് കസ്റ്റഡിയിൽ എടുത്തത്. കൊല്ലം പോലീസ് ക്ലബിലെ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. നടിയെ ആക്രമിച്ച കേസിലെ 5-6 പ്രതികളുടെ ശിക്ഷ മരവിപ്പിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. 5-ാം പ്രതി സലീം, 6-ാം പ്രതി പ്രദീപ് എന്നിവർ നൽകിയ ഹർജികളാണ് ഡിവിഷൻ ബെഞ്ച് തള്ളിയത്. നേരത്തെ 1-ാം പ്രതി പൾസർ സുനിയുടെ ഇതേ ആവശ്യവും ഹൈക്കോടതി തള്ളിയിരുന്നു. 2025 ഡിസംബറിലാണ് എറണാകുളം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി 6 പ്രതികൾക്ക് 20 വർഷം വീതം തടവ് ശിക്ഷ വിധിച്ചത്. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനന്റെ മൃതദേഹം കണ്ടെടുത്തു. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അതേസമയം അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ 4-അംഗ ഉന്നതതല സമിതിയെ സിക്കിം സർക്കാർ നിയോഗിച്ചു. ഇസ്ലാമിക പണ്ഡിതൻ കെ ആലിക്കുട്ടി മുസ്ലിയാർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 2016 മുതൽ സമസ്ത സെക്രട്ടറിയായിരുന്നു അദ്ദേഹം. ആലിക്കുട്ടി മുസ്ലിയാരുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അനുശോചിച്ചു. 1076 എന്ന ടോൾ ഫ്രീ നമ്പറിൽ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനത്തിൽ ബന്ധപ്പെടാൻ സാധിക്കുമെന്ന് അധികൃതർ. ഇത് സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്തി നടത്തുന്ന പ്രചാരണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇതിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെൽ അറിയിച്ചു. കൊല്ലം കോർപ്പറേഷന്റെ അറബുശാല പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. അറവുശാല വർഷങ്ങളോളം പ്രവർത്തനരഹിതമായി കിടന്നതുമൂലം അനധികൃത കശാപ്പ് നഗരത്തിൽ വ്യാപകമാണ്. കശാപ്പ് മാലിന്യങ്ങൾ ജലാശയങ്ങളിലും റോഡരികുകളിലും കൊണ്ടു തള്ളുന്നതും പതിവാണ്. കശാപ്പ് ചെയ്ത് ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന മൃഗങ്ങളുടെ ആരോഗ്യ പരിശോധനയും ഉണ്ടായിരുന്നില്ല. അറവുശാല പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങിയതോടെ ഗുരുതരമായ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. കൊല്ലം കോർപ്പറേഷൻ 56 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അറവുശാല പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നത്. അറവുശാലയിലെ മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളുടെ കാര്യക്ഷമത പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷം പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങും. പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺ വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ സിംബാബ്വെ 7 വിക്കറ്റ് നഷ്ടത്തിൽ 125 റൺ എടുത്തു. പരമ്പരയിലെ 2-ാം മത്സരം ശനിയാഴ്ചയും 3-ാം മത്സരം ഞായറാഴ്ചയും നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ കുറ്റക്കാർക്ക് ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 38 തദ്ദേശ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് പിങ്ക് ബസ് സർവീസ് ആരംഭിച്ച് KSRTC. പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.